അപ്പോൾ മക്കളുമാരെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ രാവിലെ വിചാരിച്ച് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ച്, അങ്ങനെ ദോശയായിരുന്നു. അന്നേരം വിചാരിച്ച് എന്നാൽ സാമ്പാർ വെച്ചാലോ, സാമ്പാറാകുമ്പോഴേ എല്ലാവരും കഴിക്കും. ചമ്മന്തി ആർക്കും അത്ര പിടുത്തമില്ല. അന്നേരം ഞാൻ വിചാരിച്ച് സാമ്പാർ വെക്കാമെന്ന്. അങ്ങനെ സാമ്പാർ വെക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് കോവയ്ക്ക നിൽക്കുന്നു. അപ്പോൾ കോവയ്ക്ക എല്ലാം പിച്ചിയെടുത്ത്, അത് തോരനുള്ള കോവയ്ക്ക ഉണ്ടായിരുന്നു. അന്നേരം അത് തോരനോ മെഴുക്കുവരട്ടി ഉണ്ടാക്കുക, ഉച്ചലത്തേക്കും ആവും. പിന്നെ വഴുതനങ്ങ വെച്ചിട്ട് സാമ്പാറിന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാമ്പാർ വെക്കാനായിട്ട് വഴുതനങ്ങയും വെച്ച് പയറും വെച്ച്. അന്നേരം നമുക്ക് പാവലും ഒക്കെ ഉണ്ട്. അത് പാവയ്ക്കൊന്നും ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ വേറെ നമ്മൾ ഈ പച്ചക്കറിക്കകത്ത് കിടക്കുന്ന വെള്ളരിക്ക അല്ല, ഈ തടിയങ്ക പോലത്തെ അതൊക്കെ പിടിച്ച് വരുന്നതേ ഉള്ളൂ. അതൊക്കെ ഉണ്ട്, അതൊക്കെ കായായി വരുന്നുണ്ട്. നമ്മളിതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ നടുവാന്നാൽ നമ്മുടെ വീട്ടാവശ്യത്തിന് പച്ചക്കറികളാവും. നമുക്കെന്നും വെച്ച് അതൊക്കെ ഉപയോഗിക്കാം. അപ്പം സാമ്പാറെല്ലാം വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സാമ്പാറിനല്ല അതെല്ലാം വെച്ചിക്കൊണ്ട് വന്നിട്ട് സാമ്പാറിന് അരിഞ്ഞ്. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ വഴുതനങ്ങയും തക്കാളിയും കൊച്ചുള്ളിയും 2 ഉരുളൻകിഴങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി സാമ്പാറുണ്ടാക്കാം. എന്നിട്ട് ദോശ ഉണ്ടാക്കി സാമ്പാറും ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സഹായിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ല അടിപൊളി സാമ്പാറാണ്. നമ്മൾ ഒരുപാട് പച്ചക്കറികളിട്ട് വയ്ക്കുന്നതിൽ നല്ല സൂപ്പർ സാമ്പാറാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.